ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൾ. എല്ലാവർക്കും ഫിസിക്സ് ഫോർ പ്ലഷറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന +1 ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററിനെ കുറിച്ചായിരുന്നു. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് പറഞ്ഞാൽ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ ദി ബോഡി. ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ, or is the difference between the initial and final position. And distance and displacement, we got the relation. What was the relation? Displacement is less than or equal to distance. In the case of straight line motion, distance and displacement, the magnitude of displacement and distance are equal. And also we studied about velocity and acceleration. Velocity and speed. Velocity means displacement by time taken. Speed is the distance by time taken. യൂണിറ്റ് സമയത്തിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് വേഗത എങ്കിൽ യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരത്തിന് പറയുന്ന പേരാണ് പ്രവേഗം എന്ന് പറയുന്നത്. സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ബോത്ത് ഹാവ് സെയിം SI യൂണിറ്റ്സ് മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ബോത്ത് ഹാവ് സെയിം ഡയമെൻഷൻ LT⁻⁻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 ⁻
total time taken. Average speed was total distance by total time taken. And also we studied about instantaneous velocity. Average velocity become instantaneous velocity when the time interval reduces to 0. That is, if the delta t tends to 0, then the average velocity reduces to instantaneous velocity. Okay? ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ആക്സലറേഷൻ എന്നുള്ളതും അതുപോലെ എങ്ങനെ മോഷനെ ഗ്രാഫിക്കലി റിപ്രസെന്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളുമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ആക്സലറേഷൻ എന്ന് നോക്കാം. വാട്ട് ഈസ് ആക്സലറേഷൻ? ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂഔട്ട് ദി മോഷൻ, ദ ബോഡി സെഡ് ബി ഇൻ യൂണിഫോം മോഷൻ. അതായത് ഒരേ പ്രവേഗത്തിലാണ് ബോഡി സഞ്ചരിക്കുന്നതെങ്കിൽ ബോഡി യൂണിഫോം മോഷനിലാണ് നമുക്ക് പറയാൻ കഴിയും. ഇഫ് ദ വെലോസിറ്റി ചേഞ്ചസ്, വെലോസിറ്റിക്ക് മാറ്റം വരികയാണെങ്കിൽ ദ ബോഡി സെഡ് ബി ആക്സിലറേറ്റഡ്, ബോഡിക്ക് ത്വരണം സംഭവിച്ചു എന്ന് പറയാം. അതായത് വെലോസിറ്റി കൂടുക അല്ലെങ്കിൽ വെലോസിറ്റി കുറയുക, ആ കേസിലൊക്കെ തന്നെ ഒന്നുകിൽ ആക്സലറേഷൻ സംഭവിക്കും. വെലോസിറ്റി കുറയുകയാണെങ്കിൽ ആക്സലേഷൻ്റെ നെഗറ്റീവ് അല്ലെങ്കിൽ ഓപ്പോസിറ്റായി നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ ഓർ നെഗറ്റീവ് ആക്സലറേഷൻ ഓർ ഡിസലറേഷൻ. ഓക്കെ, സോ വാട്ട് ഈസ് ആക്സലറേഷൻ? ആക്സലറേഷൻ ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന പ്രവേഗത്തിൻ്റെ വ്യതിയാനത്തിന് നമ്മൾ പറയുന്ന പേരാണ് ആക്സലറേഷൻ. Acceleration is the rate of change of velocity. Okay. ഇനി ആവറേജ് ആക്സലറേഷൻ മീൻസ് എ ബാർ നമ്മൾ റെപ്രസെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, സപ്പോസ് if V1 and V2 are the velocities at time T1 and T2 respectively, then average acceleration is equal to change in velocity by time taken. What is change in velocity? V2 minus V1 divided by corresponding time interval is T2 minus T1. And instantaneous acceleration, just like instantaneous velocity, we have expression for instantaneous acceleration, that is limit delta t tends to 0, delta v by delta t. Delta v by delta t is the average acceleration. If delta t is reducing to 0, if delta t is negligibly small, then it becomes instantaneous acceleration, and the notation for it is limit delta t tends to 0, delta v by delta t, what is equal to dv by dt. And you know, acceleration is a new quantity, so it has a unit. What is SI unit? Meter per second square. കാരണം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഡിവൈഡഡ് ബൈ സെക്കൻഡ്. അപ്പോൾ എന്ത് വരും? മീറ്റർ സെക്കൻഡ് റേസ് ടു -2. അതുപോലെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഈസ് വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി ഡയമെൻഷൻ നമ്മൾ പഠിച്ചത് LT റേസ് ടു -1 ബൈ T, സോ ഇറ്റ് ബിക്കം LT റേസ് ടു -2. സോ ദാറ്റ് അബൌട്ട് ദി ആക്സലറേഷൻ. ഓക്കെ, അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുന്നേ സ്ലോപ്പ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് സ്ലോപ്പ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ഒരു എക്സ് ആക്സിസിൽ നിന്ന് ഒരു സ്ട്രൈറ്റ് ലൈൻ എത്ര ചെരിഞ്ഞിരിക്കുന്നു അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു ഫാക്ടറിനെ പറയുന്ന പേരാണ് സ്ലോപ്പ്. സോ ഹൗ ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ഫ്രം ആൻ എക്സ് ആക്സിസ്, എക്സ് ആക്സിസിൽ എത്രയാണ് ഒരു ലൈന് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സ്ലോപ്പ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലോപ്പ് മെഷർ ചെയ്യുന്നത് ആംഗിൾ മെഷർ ചെയ്തുകൊണ്ടാണ്. ആംഗിൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് ഇറ്റ് ഈസ് മെഷർഡ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസിലാണ്, ദിസ് ഇസ് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ സ്ലോപ്പ് മെഷർ ചെയ്യുന്നത്, ആംഗിൾ മെഷർ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലി നിങ്ങൾ പഠിച്ചു കാണും, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അതായത് തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ, ടാൻ തീറ്റ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സ്ലോപ്പിൻ്റെ വാല്യൂ ആയിരിക്കും.
സ്ലോപ്പ്. ഇനി നോക്കൂ, തീറ്റയുടെ വാല്യൂ 90നേക്കാൾ കുറവാണെങ്കിൽ, ഈ കേസിലൊക്കെ തീറ്റയുടെ വാല്യൂ നോക്കൂ 90നേക്കാൾ കുറവാണ്. അത്തരം കേസിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതായത് തീറ്റ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 90 then ടാൻ തീറ്റ വിൽ ബി പോസിറ്റീവ്. സോ ദ സ്ലോപ്പ് വിൽ ബി പോസിറ്റീവ്. ആ സമയത്തൊക്കെ സ്ലോപ്പ് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇഫ് തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 90, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഈ ഒരു കേസ് നോക്കുക, ഈ ലൈനിന്റെ കേസ് സംബന്ധിച്ച് തീറ്റ എന്ന് പറഞ്ഞാൽ അപ്പോൾ എടുക്കുന്നത് നമ്മൾ എക്സ് ആക്സിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുന്നത്. സോ ദിസ് തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 90. അപ്പോൾ അത്തരം കേസിൽ ടാൻ തീറ്റ വിൽ ബി നെഗറ്റീവ് ഓർ ദ സ്ലോപ്പ് വിൽ ബി നെഗറ്റീവ്. സ്ലോപ്പ് വിൽ ബി നെഗറ്റീവ്. അപ്പോൾ നമുക്ക് തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ, ടാൻ തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്ലോപ്പ് എളുപ്പത്തിൽ കാണാൻ കഴിയും. അതേപോലെ സ്ലോപ്പ് കാണാൻ നമുക്ക് വേറെയും ഫോർമുല ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഡയഗ്രം ശ്രദ്ധിക്കൂ. ഇറ്റ് ഇസ് എ ലൈൻ ഓ എ സി എന്നുള്ള ലൈൻ ഉണ്ടെങ്കിൽ ലൈനിന് കാണാനുണ്ട്. ഇവിടെ നമുക്ക് എ എന്നുള്ളൊരു പോയിന്റും സി എന്നുള്ളൊരു പോയിന്റും കാണാനുണ്ട്. ഈ എ എന്നുള്ള പോയിന്റിന്റെ രണ്ട് കോർഡിനേറ്റ്സ് ആണ് x1 y1. അതായത് എ എന്നുള്ള പോയിന്റ് എന്ന് പറയുന്നത് x1 y1 ആണ്. അതുപോലെ സി എന്നുള്ള പോയിന്റ് x2 y2 ആണ്. ദിസ് ഈസ് x2 y2 ആൻഡ് ദിസ് പോയിന്റ് ഈസ് x1 y1. അങ്ങനെ രണ്ട് പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ആംഗിൾ തീറ്റയാണ്. ഇഫ് ദിസ് ആംഗിൾ ഈസ് തീറ്റ, ഹിയർ വി ആർ കൺസ്ട്രക്ടിങ് എ ട്രയാംഗിൾ. നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രയാംഗിൾ കിട്ടി ABC. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്കറിയാം ഈ ആംഗിളും തീറ്റയായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെയും സ്ലോപ്പ് പറഞ്ഞാൽ ടാൻ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്, ടാൻ തീറ്റ. അപ്പോൾ ഈ ട്രയാംഗിളിൻ്റെ നിന്ന് നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിക്കാം. ABC ട്രയാംഗിളിൽ നിന്ന് ടാൻ തീറ്റ കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് ടാൻ തീറ്റ? Tan theta is equal to BC, that is opposite side by adjacent side, BC by AB. Then how will you find BC? BC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് y2 ആണ്, ഇത് y1 ആണ്. അപ്പോൾ BC എന്ന് പറയുന്നത് y2 minus y1. y2 പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്, y1 പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ BC എന്ന് പറയുന്നത് y2 minus y1 divided by, similarly what is AB? AB എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്, അത് ഇതാണ് x2 minus x1. ഈ ഡിസ്റ്റൻസ് x2, ഈ ഡിസ്റ്റൻസ് x1. സോ x2 minus x1. സോ y2 minus 1 by x2 minus x1. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ y കോർഡിനേറ്റിൽ നമുക്ക് dy എന്ന് എഴുതാം. അതുപോലെ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ് പറഞ്ഞാൽ dx എന്ന് എഴുതാം. അപ്പോൾ സ്ലോപ്പ് കാണാനുള്ള വേറെ ഇക്വേഷൻ എന്ന് പറയുന്നത് y2 minus y1 is divided by x2 minus x1 ആണ് സ്ലോപ്പ്, ഓർ dy by dx is the സ്ലോപ്പ്. തീറ്റ ഡയറക്റ്റ് തരാണെങ്കിൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അടുത്ത ടോപ്പിക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. അപ്പോൾ നമ്മളിവിടെ 3 സ്റ്റേറ്റ്സ് ഓഫ് മോഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. റെസ്റ്റിലിരിക്കുന്ന സമയത്തുള്ള ഒരു കേസ്, സെക്കൻഡ് വൺ യൂണിഫോം മോഷൻ, ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് യൂണിഫോം, ആൻഡ് തേർഡ് കേസ് യൂണിഫോം ആക്സലറേഷൻ, ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് യൂണിഫോംലി. ആ 3 കേസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 കേസുകളിലെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പൊസിഷൻ ടൈം ഗ്രാഫ്, ദാറ്റ് ഈസ് പൊസിഷൻ ഈസ് അലോങ് y ആക്സിസ് ആൻഡ് ടൈം ഈസ് അലോങ് x ആക്സിസ്, അത്തരത്തിലുള്ള ഗ്രാഫും. അതുപോലെ വെലോസിറ്റി ടൈം ഗ്രാഫ് പറഞ്ഞാൽ വെലോസിറ്റി അലോങ് y ആക്സിസ്, ടൈം അലോങ് x ആക്സിസ്, ആൻഡ് ആക്സലേഷൻ ടൈം, ആക്സലേഷൻ അലോങ് y ആക്സിസ് തന്നെ, ടൈം അലോങ് x ആക്സിസ്. അപ്പോൾ ടൈം ആക്സിസ് എന്ന് പറയുന്നത് എപ്പോഴും x ആക്സിസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് നോക്കാം, ബോഡി അറ്റ് റെസ്റ്റ്. നമുക്കറിയാം റെസ്റ്റിൽ ബോഡി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇഫ് ദ ടൈം മൂവ്സ് ദ പൊസിഷൻ ഈസ് നോട്ട് ചേഞ്ചിങ്, ഇല്ല ടൈം മാറുന്നതിനനുസരിച്ച് പൊസിഷന് വ്യത്യാസം വരുന്നില്ല. ഇപ്പോൾ ഇവിടെ ടൈം ആക്സിസ് ആണത്, ഇത് പൊസിഷൻ ആണ്. അപ്പോൾ ടൈം ഇങ്ങനെ കൂടുന്നതനുസരിച്ച് സപ്പോസ് ഇവിടെ പൊസിഷൻ ഇപ്പോൾ ഒരു 5 മീറ്റർ ആണെങ്കിൽ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആ പൊസിഷനിൽ തന്നെയാണ് അത് ത്രൂ ഔട്ട് ഇരിക്കുന്നത്. അപ്പോൾ പൊസിഷൻ ഈസ് നോട്ട് ചേഞ്ചിങ്. അപ്പോൾ ദ ഗ്രാഫ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ വിച്ച് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. സ്റ്റേഷനറി ബോഡി അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈനായിരിക്കും. ഇനി നമുക്കറിയാവുന്നൊരു കാര്യം, സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ, പൊസിഷൻ എന്ന് പറയുന്നത് y ആക്സിസിലാണ്, ടൈം എന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണ്. അപ്പോൾ നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy by dx ആണ്, അതായത് ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ പൊസിഷൻ ബൈ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റിയാണ്. സോ സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ലോപ്പ് വേണം. നമ്മൾ മനസ്സിലാക്കിയ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy by dx ആണ്. ഇവിടുത്തെ dy എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഈ കോർഡിനേറ്റ് നമ്മൾ എക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ dx ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ടൈം ആണ്. സോ ചേഞ്ച് ഇൻ ടൈം. നമുക്കറിയാം ടൈം കൂടുന്നതിനനുസരിച്ച് dxന് വ്യത്യാസം വരുന്നില്ല, അതായത് എക്സ് ഈസ് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ്, എക്സ് ഈസ് നോട്ട് ചേഞ്ചിങ്. സോ dx ഈസ് 0. സോ 0 by dt ദാറ്റ് ഈസ് 0. സോ നമുക്ക് എന്താ മനസ്സിലായത്? സ്ലോപ്പ് 0 ആണ്. സ്ലോപ്പ് 0 എന്ന് പറഞ്ഞാൽ അർത്ഥം വെലോസിറ്റി
സീറോ ആണ്. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ വെലോസിറ്റി സീറോ ആണ്. അപ്പോൾ ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ കഴിയില്ല, കാരണം വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് സീറോ. വെലോസിറ്റി ഈസ് സീറോ. അപ്പോൾ വെലോസിറ്റി സീറോ ആണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയില്ല, ആക്സലേഷൻ ടൈം ഗ്രാഫും വരയ്ക്കാൻ കഴിയില്ല. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡിയുടെ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് റെസ്റ്റിലുള്ള കേസിൻ്റെ 3 ടൈപ്സ് ഓഫ് ഗ്രാഫുകളെ കുറിച്ചാണ്. രണ്ടാമത്തത് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ മീൻസ് വെലോസിറ്റി ഈസ് യൂണിഫോം. വെലോസിറ്റി ഓരോ സെക്കൻഡിലും കോൺസ്റ്റൻ്റ് ആണ്. അത്തരത്തിലുള്ള ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് വരച്ച് നോക്കാം. പൊസിഷൻ ഈസ് അലോങ് വൈ ആക്സിസ് ആൻഡ് ടൈം ഈസ് അലോങ് എക്സ് ആക്സിസ്. അപ്പോൾ അത് നമുക്കറിയാം പൊസിഷൻ ചേഞ്ചസ് വിത്ത് ടൈം. അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടൈമിനനുസരിച്ചിട്ട് അതിൻ്റെ പൊസിഷൻ മാറുകയാണ്. അപ്പോൾ ടൈം കൂടുന്നതിനനുസരിച്ച് പൊസിഷന് വ്യത്യാസം വരുന്നു. സോ ദ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. ഇറ്റ്സ് എ സ്ട്രൈറ്റ് ലൈൻ വിച്ച് ഈസ് ഇൻക്ലൈൻഡ് ടു എക്സ് ആക്സിസ്. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. നമുക്കറിയാം ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ വരച്ചിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഈസ് ലെസ് ദാൻ 90. 90നേക്കാൾ ലെസ് ആയതുകൊണ്ട് ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ നമുക്ക് മനസ്സിലാവേണ്ട സ്ലോപ്പ് ഒറ്റ ലൈൻ ഇതിൻ്റെ ഈ ഭാഗത്തുള്ള തീറ്റ തന്നെ ആയിരിക്കും ഇവിടുത്തെ തീറ്റ വരയ്ക്കുന്ന വരയ്ക്കും. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് അതിൻ്റെ വെലോസിറ്റി. സോ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx/dt. അപ്പോൾ നമുക്ക് സ്ലോപ്പ് പോസിറ്റീവും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം വെലോസിറ്റി ഈസ് പോസിറ്റീവ്. ആ ബോഡിയുടെ വെലോസിറ്റി പോസിറ്റീവ് ആണ്, അതേസമയം അത് കോൺസ്റ്റൻറ്റുമാണ്. അപ്പോൾ നമ്മളിനി വരയ്ക്കാൻ പോകുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി പോസിറ്റീവ് ആണ് കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ വെലോസിറ്റി ഈസ് ടേക്കൺ അലോങ് വൈ ആക്സിസ് ആൻഡ് ടൈം ഈസ് ടേക്കൺ അലോങ് എക്സ് ആക്സിസ്. വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട്. അപ്പോൾ ടൈം മാറുന്നതിനനുസരിച്ചിട്ട് വെലോസിറ്റിക്ക് വ്യത്യാസം വരുന്നില്ല. സോ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട്. അപ്പോൾ ദാറ്റ് ഈസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ ബോഡി ഇൻ യൂണിഫോം മോഷൻ. ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ ടൈം ആക്സിന് പാരലായിട്ട ഒരു ലൈനായിരിക്കും ഫോർ എ ബോഡി ഇൻ യൂണിഫോം മോഷൻ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. നമുക്ക് ആക്സലേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കേണ്ടത്. നമുക്കറിയാം ആക്സലേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. അതായത് ആക്സലേഷൻ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി v2 - v1/t2 - t1. ഇവിടെ v2 - v1 എന്ന് പറഞ്ഞാൽ നമുക്ക് dv എന്ന് എഴുതാം അല്ലേ, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇവിടെ നോക്കൂ, ഇവിടെ വെലോസിറ്റി ഈസ് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ്, വെലോസിറ്റി ഈസ് നോട്ട് ചേഞ്ചിങ്. സോ dv എന്ന് പറയുന്നത് അപ്പോൾ 0 ആയിരിക്കും. സോ 0/dt ദാറ്റ് ഈസ് 0. സോ ദാറ്റ് ഈസ് നോ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി യൂണിഫോം മോഷനിലാണെങ്കിൽ ആ ബോഡിയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ഇറ്റ് ഹാസ് നോ ആക്സലറേഷൻ. അതാണ് നമ്മൾ ആക്സലറേഷൻ ഡെഫിനിഷൻ തന്നെ പറയുന്നത്. ഇത് വെലോസിറ്റി ഈസ് ചേഞ്ചിങ്, ഇറ്റ് വിൽ ഹാവ് ആക്സലറേഷൻ. ഇഫ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി ദ ആക്സലറേഷൻ ഈസ് 0. ഇറ്റ് ഈസ് നോട്ട് ആക്സലറേറ്റിംഗ്. ഇനി നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെ ഡിഫറൻറ്റ് സിറ്റുവേഷനിലും കൂടി ഒന്ന് നോക്കാം. 3-4 ഡിഫറൻറ്റ് സിറ്റുവേഷനിൽ നോക്കൂ. ഇതൊക്കെ തന്നെ പൊസിഷൻ ടൈം ഗ്രാഫുകളാണ് വരച്ചിരിക്കുന്നത്. xt ഗ്രാഫാണ്, xt ഗ്രാഫ്, ദിസ് ഇസ് xt ഗ്രാഫ്. അപ്പോൾ ഈ ആദ്യത്തെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഒറിജിനൽ അല്ല തുടങ്ങിയിരിക്കുന്നത് അല്ലേ. സമയം 0 ടൈം എന്ന സമയത്ത് ബോഡിക്ക് പൊസിഷൻ ഓൾറെഡി ഒരു പൊസിഷൻ ഉണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. പക്ഷേ ആ ഗ്രാഫിനെ സംബന്ധിച്ചും ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. കാരണം നമുക്ക് അറിയാം ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ദിസ് ആംഗിൾ ഈസ് always theta എന്ന് പറയുന്നത് it is less than 90 degree. so slope is positive and slope is constant. ഇവിടെ ഏത് ഭാഗത്ത് ചെയ്താലും അതിൻ്റെ സ്ലോപ്പിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ ട്രയാങ്കിൾ എടുത്തിട്ട് അതിൻ്റെ ഒരു ടാൻ തീറ്റ കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, അതുപോലെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പിനെ നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ വെലോസിറ്റി ഈസ് പോസിറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ്. അപ്പോൾ വെലോസിറ്റി പോസിറ്റീവും കോൺസ്റ്റന്റുമായുള്ള ഒരു കേസിൽ എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുക? വെലോസിറ്റി വൈ ആക്സിൽ എടുക്കുക, ടൈം എക്സ് ആക്സിൽ എടുക്കുക. വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ആലോചിക്കേണ്ടതില്ല. വെലോസിറ്റി ത്രൂ ഔട്ട് സമയം മാറുന്നതനുസരിച്ച് മാറുന്നില്ല. വെലോസിറ്റി ത്രൂ ഔട്ട് കോൺസ്റ്റന്റ്. അപ്പോൾ ഒരു ലൈൻ പാരലായിട്ട് വരച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫായി. ഇനി നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ആക്സലേഷൻ കിട്ടണമെങ്കിൽ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ദാറ്റ് ഈസ് dv/dt. പക്ഷെ നമുക്കറിയാം ഇവിടെ ദർ ഇസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി, വെലോസിറ്റിയിൽ വ്യത്യാസം വരുന്നില്ല. സോ dv ഈസ് 0. സോ dv/dt ഈസ് 0. സോ ദർ ഇസ് നോ ആക്സലറേഷൻ. ഓക്കെ, ഇനി വേറൊരു ഗ്രാഫ് നോക്കാം. ഇതും ഒരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. പക്ഷെ ഇവിടെ 0 ടൈമിലാണ് തുടങ്ങിയിരിക്കുന്നത്. സമയം കുറച്ച് കഴിഞ്ഞിട്ടാണ് പൊസിഷൻ ടൈം ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാലും ആ ഗ്രാഫിനെ സംബന്ധിച്ചും അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നോക്കൂ, തീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി. സോ സ്ലോപ്പ് ഈസ് ഹിയർ
പോസിറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലോപ്പ് പോസിറ്റീവ് കോൺസ്റ്റന്റും ആണെങ്കിൽ വെലോസിറ്റി ഈസ് പോസിറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ഇവിടുന്ന് ടൈം സ്റ്റാർട്ട് ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ. ടൈം ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ 0 എന്നല്ല തുടങ്ങുന്നത്, ഈ സമയത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വെലോസിറ്റി ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് എങ്ങനെ വരയ്ക്കുക? എ സ്ട്രൈറ്റ് ലൈൻ വിച്ച് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. നേരത്തെ പോലെ ആക്സലേഷൻ എന്ന് പറയുന്നത് dv/dt ആണ്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി, സോ ആക്സലേഷൻ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ആൻഡ് നോക്കൂ ഈ ഗ്രാഫ് നോക്കൂ. ഈ ഗ്രാഫ് തുടങ്ങിയിരിക്കുന്ന ഒറിജിനൊന്നും അല്ല, വൈ ആക്സിസിന്റെ നെഗറ്റീവ് പാർട്ട്, നെഗറ്റീവ് വൈ ആക്സിസ് തുടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഒരു കാറ് ഒരു മരത്തിന്റെ പുറകിൽ നിന്ന് വരിക വിചാരിക്കാം. അപ്പോൾ പുറകു വശത്തിന് നമ്മൾ നെഗറ്റീവ് എടുക്കുന്നു, പിന്നെ കാറ് നേരെ മരത്തിന്റെ ലെവലിൽ എത്തുന്നു, പിന്നെ നേരെ മുന്നോട്ട് വരുന്നു. അപ്പോൾ കാറ് നേരെ പുറകിൽ നിന്നാണ് വരുന്നതെങ്കിൽ അപ്പോൾ പൊസിഷൻ ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ പൊസിഷൻ ആ ഭാഗത്ത് നെഗറ്റീവ് ആണ്. ഇനി അവിടെ നിങ്ങൾ വരുന്ന സമയത്ത് ഇതിന്റെ പൊസിഷൻ കൂടി വരുന്നു, ദെൻ ആ ലെവലിൽ എത്തുന്നു, പിന്നെ കാർ മുന്നോട്ട് വരുന്നു. അപ്പോൾ കാറ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു ഗ്രാഫിനെ സംബന്ധിച്ചും ആ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ സ്ലോപ്പ് വരയ്ക്കാൻ പോവാണ്. സ്ലോപ്പ് വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ തീറ്റ ഈസ് ലെസ് ദാൻ 90. സോ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് തന്നെ ആയിരിക്കും. അതേസമയം കോൺസ്റ്റന്റ് ആയിരിക്കും. ഏത് ഭാഗത്ത് സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാലും അത് കോൺസ്റ്റന്റ് ആയിരിക്കും. സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവും അതേപോലെ കോൺസ്റ്റന്റും ആയിരിക്കും. ഇനി ഇത്തരത്തിലുള്ള ഇതിന്റെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നേരത്തെ പോലെ തന്നെ വെലോസിറ്റി ഈ തരത്തിലാണ് വരുന്നത്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ടൈമിനനുസരിച്ച് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ വെലോസിറ്റി എപ്പോഴും പോസിറ്റീവ് ആക്സിൽ വരയ്ക്കേണ്ടോ. ഇവിടെയൊക്കെ തന്നെ വെലോസിറ്റി എല്ലായിടത്തും പോസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ വെലോസിറ്റി പോസിറ്റീവ് ആക്സിൽ എടുത്തിരിക്കുന്നത്, പോസിറ്റീവ് ഐ ആക്സിൽ എടുത്തിരിക്കുന്നത്. സോ വെലോസിറ്റി പോസിറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ്, സോ ആക്സലേഷൻ ഈസ് ഈക്വൽ ടു dv/dt. ദർ ഈസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി, സോ ആക്സലേഷൻ ഈസ് ഈക്വൽ ടു 0. നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ വേറെ സിറ്റുവേഷൻ കൂടി നോക്കാം. ഈ ഗ്രാഫിൽ നമ്മൾ കാണുന്നത് സ്ലോപ്പ് ഈസ് പോസിറ്റീവ് അല്ലേ, സ്ലോപ്പ് പോസിറ്റീവ് കോൺസ്റ്റന്റ് ആയിട്ടാണ് കണ്ടതെങ്കിൽ ഈ ഗ്രാഫിന്റെ കേസ് നോക്കൂ. ഇവിടെ ഗ്രാഫ് നേരെ തിരിച്ചാണ്. ഇവിടെ 0 ടൈം ഉള്ള സമയത്ത് പൊസിഷൻ ടു എ സർട്ടൻ വാല്യൂ, പൊസിഷന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, കാറ് ഒരു മരത്തിന്റെ പുറകിൽ നിന്ന് വന്ന് മുന്നിലേക്ക് വരുന്ന സിറ്റുവേഷൻ. നേരെ തിരിച്ച് ചിന്തിക്കുക. കാറ് വരുന്നത് മരത്തിന്റെ മുന്നിൽ നിന്നാണ്, പിന്നെ നേരെ പുറകിലേക്ക് പോകുന്നു. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ പോസിറ്റീവായി എടുക്കുന്നു. അപ്പോൾ എക്സിന്റെ വാല്യൂ 0 നമ്മൾ ഇൻസ്റ്റന്റിൽ പൊസിഷന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ദെൻ ആസ് ടൈം ഇൻക്രീസസ് പൊസിഷൻ ഡിക്രീസസ് ആൻഡ് പൊസിഷൻ ബിക്കം 0 അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ആൻഡ് പിന്നെ പൊസിഷൻ നെഗറ്റീവ് ആക്സിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലൈനിന്റെ ഗ്രാഫ് സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്ന വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ ഈ ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ സ്ലോപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആംഗിളാണ് മെഷർ ചെയ്യുന്നത്. ആംഗിൾ ഈ തരത്തിൽ എടുക്കുന്ന സമയത്ത് തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് വിൽ ബി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. തീറ്റ ഗ്രേറ്റർ ദാൻ 90 ആകുമ്പോൾ ടാൻ തീറ്റ വിൽ ബി നെഗറ്റീവ്. ടാൻ തീറ്റ വാല്യൂ വിൽ ബി നെഗറ്റീവ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. സ്ലോപ്പ് എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്, പക്ഷേ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് വെലോസിറ്റി നെഗറ്റീവ് ആണ്, വെലോസിറ്റിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പോകും. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ വെലോസിറ്റി നെഗറ്റീവ് ആയതുകൊണ്ട് വെലോസിറ്റി നെഗറ്റീവ് ആക്സിലായിട്ടാണ് വെലോസിറ്റി മാർക്ക് ചെയ്യേണ്ടത്. അതേസമയം ടൈം എക്സ് ആക്സിസ്. അപ്പോൾ ടൈം മാറുന്നതനുസരിച്ച് വെലോസിറ്റിക്ക് വ്യത്യാസം വരുന്നില്ല, പക്ഷേ വെലോസിറ്റിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വെലോസിറ്റി ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് വരച്ചിരിക്കുന്നത്. നെഗറ്റീവ് ആക്സിൽ എടുത്തിരിക്കുന്നു. ഇറ്റ് ഈസ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് വാല്യൂ ഇസ് കോൺസ്റ്റന്റ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് ആക്സലറേഷൻ. സോ ആക്സലറേഷൻ is equal to slope is equal to dv/dt. Here also there is no change in velocity. As time goes on there is no change in velocity. So dv is equal to 0. So acceleration is equal to 0. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് സിറ്റുവേഷനുള്ള പൊസിഷൻ ടൈം ഗ്രാഫുകൾ വരച്ചു കഴിഞ്ഞു. ഈ പൊസിഷൻ ടൈം ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ കഴിയും. വെലോസിറ്റി ഗ്രാഫിന്റെ നാച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആക്സലേഷന്റെ വാല്യൂ പോസിറ്റീവ് ആണോ, ആക്സലേഷൻ നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ ആക്സലേഷൻ ഇല്ല എന്നുള്ള കേസൊക്കെ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി നമുക്ക് മൂന്നാമത്തെ കേസ് ഡിസ്കസ് ചെയ്യാം, യൂണിഫോം ആക്സലറേഷൻ. നമ്മൾ പറഞ്ഞു ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈസ് ചേഞ്ചിങ്, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്. അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് ഗ്രാജുവലി, വെലോസിറ്റി ഓഫ് ദ ബോഡി ഇൻക്രീസസ് ഗ്രാജുവലി. അത്തരത്തിലുള്ള ഒരു മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓഫ് ദ ഷേപ്പ് എ കേർവ്ഡ് ലൈൻ, ഒരു കേർവ്ഡ് ലൈൻ ആയിരിക്കും ഇത്തരത്തിൽ. അപ്പോൾ അവിടെ ഈ ഇതിന് ആക്സലറേഷൻ ഉണ്ട് എന്ന് പറയാം, ആക്സലേഷൻ ഉണ്ട്. സ്ലോപ്പ് ഇതിന്റെ എങ്ങനെ നോക്കൂ,
സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയഗ്രത്തിൽ നോക്കിയാൽ അറിയാം, സ്ലോപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്ലോപ്പ് കോൺസ്റ്റന്റ് അല്ല, സ്ലോപ്പ് ആദ്യം കുറവാണ്, പിന്നെ ഇങ്ങനെ സ്റ്റീപ്പ് ആവുന്നതനുസരിച്ച് സ്ലോപ്പിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയെന്ന് കാണാം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ വരയ്ക്കുന്ന ടാൻജന്റ് പറഞ്ഞാൽ ഈ തരത്തിലാണ് ആംഗിൾ ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടി ഇവിടെ വരയ്ക്കുന്നെങ്കിൽ എന്തായിരിക്കും, തീറ്റയുടെ വാല്യൂ കുറച്ചുകൂടി കൂടി. ഇവിടുന്ന് വരയ്ക്കണമെങ്കിൽ തീറ്റയുടെ വാല്യൂ കുറച്ചുകൂടി കൂടി. അപ്പോൾ സ്ലോപ്പ് കൂടുന്നു എന്ന് കാണാം. സ്ലോപ്പ് ഈസ് ഇൻക്രീസിങ്. സ്ലോപ്പ് കൂടുന്നു പറഞ്ഞാൽ നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പിനെ നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്. സോ വെലോസിറ്റി ഇൻക്രീസസ് വിത്ത് ടൈം. ഈ ഗ്രാഫ് നിന്ന് മനസ്സിലാവുന്നതാണ്. ഈ ഒരു കർവ്ഡ് ഗ്രാഫ് നിന്ന് ടൈമിനനുസരിച്ച് പൊസിഷൻ മാറുന്നു, അത് ഗ്രാജുവലി ആണ് കൂടുന്നത്. അതുകൊണ്ട് വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് ഗ്രാജുവലി. അപ്പോൾ വെലോസിറ്റി കൂടുന്നു എന്നുള്ള കേസ് നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ കാണിക്കാം? ടൈം എക്സ് ആക്സിലാണ്, വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് ഗ്രാജുവലി. അപ്പോൾ ടൈമിനനുസരിച്ച് വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രാഫ് വിൽ ബി ഓഫ് ദ ഷേപ്പ് എ ലൈൻ, സ്ട്രൈറ്റ് ലൈൻ വിച്ച് ഈസ് ഇൻക്ലൈൻഡ് ടു ടൈം ആക്സിസ്. ഇനി നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ആക്സലറേഷൻ ആയിരിക്കും അല്ലെ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ്. അപ്പോൾ ഈ ഗ്രാഫിനെ സംബന്ധിച്ച് ഇതിന് സ്ലോപ്പ് ഉണ്ട്, ഒരു പോസിറ്റീവ് സ്ലോപ്പാണ് ഉണ്ടായിരിക്കുക. ആ വാല്യൂ, പോസിറ്റീവ് സ്ലോപ്പിന്റെ വാല്യൂ കോൺസ്റ്റന്റും ആയിരിക്കും. എല്ലായിടത്തും സ്ലോപ്പ് ഒരേ വാല്യൂ ആയിരിക്കും. സോ സ്ലോപ്പ് ഓഫ് VT ഗ്രാഫ് ഈസ് ആക്സലറേഷൻ, ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. അപ്പോൾ ഇതിന് ഒരു ആക്സലറേഷൻ ഉണ്ട് നമ്മൾ പറയാം. അപ്പോൾ ആക്സലേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാം. ആക്സലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഗ്രാഫും വരയ്ക്കാം. അപ്പോൾ ആക്സലേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ടൈമും എക്സ് ആക്സിലും ആക്സലേഷൻ പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ ആക്സലേഷൻ പോസിറ്റീവ് ആണ്. അപ്പോൾ ആക്സലേഷൻ ഈസ് ടേക്കൺ അലോങ് പോസിറ്റീവ് y ആക്സിസ്. അപ്പോൾ ആക്സലേഷൻ കോൺസ്റ്റന്റ് എങ്ങനെ വരയ്ക്കാൻ പറ്റുക? ടൈം മാറുന്നതിനനുസരിച്ച് ആക്സലേഷൻ കോൺസ്റ്റന്റ് ആണ്. സോ ദാറ്റ് ഈസ് ദ AT ഗ്രാഫ്. ഇപ്പോൾ നമ്മൾ വരച്ചത് വെലോസിറ്റി ഓഫ് ദ ബോഡി ഇൻക്രീസസ് ഗ്രാജുവലി എന്നുള്ള കേസിലുള്ള ഒരു സിറ്റുവേഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫും അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫും അതിൻ്റെ ആക്സലേഷൻ ടൈം ഗ്രാഫുമാണ് ഇപ്പോൾ വരച്ചത്. യൂണിഫോം ആക്സലേഷൻ്റെ രണ്ടാമത്തെ ഒരു കേസ് സിറ്റുവേഷനായിട്ട് നമുക്ക് നോക്കാം. വെലോസിറ്റി ഓഫ് ദ ബോഡി ഡിക്രീസസ് ഗ്രാജുവലി. നേരത്തെ പറഞ്ഞ വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് ഇൻക്രീസിങ് ഗ്രാജുവലി. ഇവിടെ വെലോസിറ്റി ഗ്രാജുവലി കുറയാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റോൺ വി ആർ ത്രോയിങ് ഇറ്റ് അപ്വേർഡ്സ്. കല്ല് മുകളിലേക്ക് എറിയുന്ന സമയത്ത് മുകളിലേക്ക് പോകുന്നവരുടെ വെലോസിറ്റി ഗ്രാജുവലി കുറഞ്ഞു വരികയാണ്. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓഫ് ദ ഷേപ്പ്. നേരത്തെ വരച്ച കർവിന് നേരെ റിവേഴ്സ് ആയിട്ടുള്ള കർവ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ സ്ലോപ്പ് നോക്കിയാൽ അറിയാം. നോക്കൂ, ഇവിടുത്തെ സ്ലോപ്പ് ആദ്യം സ്ലോപ്പ് ഉണ്ട്, പിന്നെ കർവ് വരുന്നത് സ്ലോപ്പ് ഈസ് ഡിക്രീസിങ് ആൻഡ് ഫൈനലി ഈ ഭാഗത്ത് എത്തുന്ന സമയത്ത് ഇവിടെ സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ട് ദർ ഈസ് നോ സ്ലോപ്പ്. സ്ലോപ്പ് ഈസ് സീറോ. സ്ലോപ്പ് ഈസ് ഡിക്രീസിങ് ആൻഡ് ബിക്കം സീറോ. നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് വെലോസിറ്റി. നമ്മൾ പല സമയത്തായി പറഞ്ഞു. അപ്പോൾ വെലോസിറ്റി ഈസ് ഡിക്രീസിങ് ആൻഡ് വെലോസിറ്റി ബിക്കം സീറോ. അപ്പോൾ വെലോസിറ്റി ആൾറെഡി ഒരു വെലോസിറ്റി ഉണ്ട്, ആ വെലോസിറ്റി കുറഞ്ഞു വന്നിട്ട് അവസാന വെലോസിറ്റി 0 ആവുകയാണ്. കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ സംഭവിക്കും, നമ്മളൊരു ഇനീഷ്യൽ സ്പീഡിൽ കല്ലിനെ മുകളിലേക്ക് എറിയുന്നു, ആ കല്ല് മുകളിലേക്ക് പോയിട്ട് അവസാനം കല്ല് ജസ്റ്റ് അവിടെ റെസ്റ്റിലാവുകയാണ് അല്ലേ. ആ ഒരു സിറ്റുവേഷൻ വരെയുള്ള കേസിൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഓൾറെഡി ഇറ്റ് ഹാസ് എ വെലോസിറ്റി ആൻഡ് വെലോസിറ്റി ഈസ് ഡിക്രീസിങ് ആൻഡ് വെലോസിറ്റി ബിക്കം സീറോ. അപ്പോൾ ഇതാണ് VT ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് എ നെഗറ്റീവ് സ്ലോപ്പ്. കാരണം തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 90. സോ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്സലേഷൻ ആണ്. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് ആക്സലേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ആക്സലേഷൻ ഉണ്ട്, ആക്സലേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആക്സലേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ആക്സലേഷൻ y ആക്സിൽ കൊടുത്തിരിക്കുന്നു, ടൈം x ആക്സിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആക്സലേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നെഗറ്റീവ് y ആക്സിലാണ് വരയ്ക്കുന്നത്. ഇറ്റ് ഹാസ് ആക്സലറേഷൻ നെഗറ്റീവ് ആയിട്ടാണ് വരയ്ക്കുന്നത്. കോൺസ്റ്റന്റ് വാല്യൂ ആണ്, പക്ഷേ വാല്യൂ ഈസ് നെഗറ്റീവ്. ഇനി നമ്മൾ മൂന്നാമത്തെ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിഫോം ആക്സലറേഷനിൽ ഈ ഒരു ഗ്രാഫാണ്. ഇത് പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെയാണ്, പക്ഷേ ഈ ഗ്രാഫിൻ്റെ കർവേച്ചർ നെഗറ്റീവ് ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഗ്രാഫിൻ്റെ ഇനീഷ്യലി ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ ദ സ്ലോപ്പ് ഈസ് ഇൻക്രീസിങ് ബട്ട് ഇൻ ദി നെഗറ്റീവ് ഡയറക്ഷൻ, നെഗറ്റീവ് ആക്സിസ്. അപ്പോൾ നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ആണ്. സോ വെലോസിറ്റി വാസ് ഇനീഷ്യലി 0, ദെൻ വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് ഇൻ ദി നെഗറ്റീവ് ആക്സിസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ കല്ല് മുകളിലേക്ക് പോയിട്ട് കല്ല് താഴത്തേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇനീഷ്യലി കല്ലിൻ്റെ പൊസിഷൻ ആ പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനീഷ്യലി ഇത് സ്ലോപ്പ് ഈസ് 0, ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് 0. ദെൻ പിന്നെ കല്ല് താഴത്തേക്ക് വരുന്തോറും അതിൻ്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ നെഗറ്റീവ് ഡയറക്ഷനിലാണ്. അപ്പോൾ വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്. വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് ഇൻ ദി നെഗറ്റീവ് ആക്സിസ്. അപ്പോൾ വെലോസിറ്റി ഉണ്ട്, പക്ഷേ വെലോസിറ്റി നെഗറ്റീവ് ഡയറക്ഷനാണ് കൂടുന്നത്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇത് VT ഗ്രാഫാണ്. ഇത് വെലോസിറ്റി നെഗറ്റീവ് ഡയറക്ഷനിലാണ് കൂടുന്നത്.
ഓക്കെ. അപ്പോൾ വെലോസിറ്റി നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടുക പറഞ്ഞാൽ വെലോസിറ്റി കൂടുന്നു പറഞ്ഞാൽ ആക്സലറേഷൻ ഉണ്ട്. പക്ഷേ ആക്സലറേഷൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ആക്സലറേഷൻ ഈസ് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ AT ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആക്സലറേഷൻ ടൈമാണ്. ആക്സലറേഷൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, ബട്ട് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഗ്രാഫും ഇപ്പോൾ പറഞ്ഞ ഈ ഗ്രാഫും തമ്മിൽ വ്യത്യാസം, ഒരു സ്റ്റോൺ മൂവ്സ് അപ്വേർഡ്സ്, മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയുടെ വാല്യൂ കുറഞ്ഞു വരികയാണ്. വെലോസിറ്റി സ്ലോപ്പ് ഈസ് ഇനീഷ്യലി ഡിക്രീസിങ് ആൻഡ് ബിക്കം 0. സ്ലോപ്പ് പോസിറ്റീവാണ്, പക്ഷേ അവസാന പോയിന്റിൽ എത്തുന്ന സമയത്ത് സ്ലോപ്പിന്റെ വാല്യൂ 0 ആവുന്നു. അതായത് കല്ലിന്റെ കേസിലാണെങ്കിൽ വെലോസിറ്റി ആ ഇൻസ്റ്റന്റിൽ എത്തുന്ന സമയത്ത് 0 ആവുന്നു. അപ്പോൾ ഹിയർ V ഈസ് പോസിറ്റീവ്, പക്ഷേ ആക്സലറേഷൻ ഈസ് നെഗറ്റീവ് ഈ സിറ്റുവേഷൻ. ദെൻ തിരിച്ച് കല്ല് താഴത്തേക്ക് വരുന്ന കേസിലാണെങ്കിൽ ഇതാണ് സിറ്റുവേഷൻ. ഹിയർ സ്റ്റോൺ മൂവ്സ് ഡൗൺവേർഡ്സ്, വെലോസിറ്റി ഈസ് നെഗറ്റീവ്, ബട്ട് ഇൻ ദി വെലോസിറ്റി വാല്യൂ നെഗറ്റീവ് ആണ് പറഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെലോസിറ്റി കൂടുകയാണ്, അപ്പോഴും ആക്സലറേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ തന്നെ, അതായത് നമ്മൾ 3 സിറ്റുവേഷനാണ് യൂണിഫോം ആക്സലറേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ആ പൊസിഷൻ ടൈം ഗ്രാഫ് നോക്കിക്കൊണ്ട് നമുക്ക് അതിൻ്റെയൊക്കെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ കഴിയും. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ നാച്ചുറൽ നിന്ന് നമുക്ക് ആക്സലറേഷൻ ടൈം ഗ്രാഫും വരയ്ക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഡിഫറൻറ്റ് ഗ്രാഫുകളെ കുറിച്ചാണ്. അതായത് ബോഡി റെസ്റ്റ് ഇരിക്കുന്ന സമയത്തും യൂണിഫോം മോഷനിലും അതേപോലെ യൂണിഫോം ആക്സലറേഷനുള്ള സമയത്തുള്ള പൊസിഷൻ ടൈം ഗ്രാഫുകളും വെലോസിറ്റി ടൈം ഗ്രാഫുകളും ആക്സലറേഷൻ ടൈം ഗ്രാഫുകളാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പരിശോധിക്കാം. ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓവർ എ ടൈം ഇൻ്റർവൽ റെപ്രസെൻറ്റ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റാണ്. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഇടയിലുള്ള ഏരിയ എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് കാൽക്കുലസിൻ്റെ ഹെൽപ്പോടെ ചെയ്യേണ്ട ഒരു പ്രൂഫാണ്. പക്ഷേ നമുക്ക് സിമ്പിൾ തരത്തിലൊരു പ്രൂഫ് ഇവിടെ എളുപ്പമായി ചെയ്യാൻ കഴിയും. അതായത് കൺസിഡർ എൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി V എന്നുള്ള ഒരു വെലോസിറ്റിയിലാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് വിചാരിക്കുക. അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്, യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഓവർ എ ടൈം ഇൻ്റർവൽ t is equal to 0 to t equal to t, ഈ ഒരു ടൈം ഇൻ്റർവെല് വെലോസിറ്റി മാറുന്നേ ഇല്ല. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ഓവർ ദി ഇൻ്റർവെൽ t is equal to 0 to t is equal to t. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ. സോ വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ദിസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഹിയർ ലെങ്ത് എന്ന് പറയുന്നത് ടി ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് V ഇൻറ്റു ടി എന്ന് എഴുതാം. വട്ട് ഈസ് V ഇൻറ്റു ടി? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് അല്ലെങ്കിൽ എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടി ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ദാറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ താഴെയുള്ള ഈ പോർഷൻ നമ്മൾ എത്തിയിരിക്കുന്നത്, ഈ പോർഷൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളാണ്. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ആക്സലറേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. പിന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മോഷൻ എന്നുള്ള ബേസിസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫുകളെ കുറിച്ച്, റഷിലിരിക്കുന്ന ബോഡിയും യൂണിഫോം മോഷനുള്ള ബോഡിയും യൂണിഫോം ആക്സലറേഷനുള്ള ബോഡിയിലൊക്കെ തന്നെ ഡിഫറെൻറ്റ് പൊസിഷൻ ടൈം ഗ്രാഫുകളും വെലോസിറ്റി ടൈം ഗ്രാഫുകളും ആക്സലറേഷൻ ടൈം ഗ്രാഫുകളും മനസ്സിലാക്കി. സ്ലോപ്പ് എന്നുള്ള കോൺസെപ്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. അതുപോലെ ലാസ്റ്റ് ഈ കോൺസെപ്റ്റ്, അതായത് ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓവർ എ ടൈം ഇൻ്റർവൽ. അപ്പോൾ ഇതൊക്കെയാണ് NCERT ബേസ് ആയിട്ടുള്ള ഗ്രാഫുമായി ബന്ധപ്പെട്ട ടോപ്പിക് കോൺസെപ്റ്റ്സ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഗ്രാഫിനെ ബേസ് ചെയ്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫുകൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് വരച്ച് തന്നെ പഠിക്കുക. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഈ ഗ്രാഫുകളൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും തന്നെ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വിശദമായി കാണുക. ഇതുവരെ ഫിസിക്സ് ഫോർ പ്ലഷറിൽ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകളൊക്കെ തന്നെ ഓരോ ക്ലാസ്സുകളും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒബ്സർവ് ചെയ്ത് കാണുകയും അതുമായി ബന്ധപ്പെട്ട നോട്ട്സ് തയ്യാറാക്കുകയും ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫിസിക്സുമായി ബന്ധപ്പെട്ട കൃത്യമായ കോൺസെപ്റ്റ് കിട്ടും. അപ്പോൾ ഫിസിക്സ് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ, ആ കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ യു വിൽ ഫാൾ ഇൻ ലവ് വിത്ത് ഫിസിക്സ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.